ബുദ്ധമത ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഒരേ സമയം ഒരുപാട് നിഗൂഢതകളും അതേസമയം അങ്ങേയറ്റം ആദരവും നിറഞ്ഞ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. പത്മസംഭവൻ ശരിക്കും ആരായിരുന്നു അദ്ദേഹം? ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണോ അതോ കാലത്തെ അതിജീവിച്ച ഒരു ഇതിഹാസമാണോ? വരൂ, നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. പത്മസംഭവന്റെ കഥയെ ഇത്രയധികം അവിശ്വസനീയമാക്കുന്നത് എന്താണെന്നറിയോ? സാക്ഷാൽ ഗൗതമബുദ്ധൻ തന്നെ അദ്ദേഹത്തിന്റെ വരവിനെക്കുറിച്ച് പ്രവചിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സാധാരണ കഥയല്ല, മറിച്ച് ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് ഇത് സൂചന തരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു പ്രത്യേക പരിവേഷം തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബുദ്ധമതത്തിൽ അദ്ദേഹത്തിന് ഇത്രയും സവിശേഷമായൊരു സ്ഥാനം കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് പലരും അദ്ദേഹത്തെ രണ്ടാമത്തെ ബുദ്ധനെന്ന് വരെ വിളിക്കുന്നത്? ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം. പത്മസംഭവൻ എന്നു പറയുന്നത് കഠിനമായി പ്രയത്നിച്ച് പതിയെ പതിയെ ജ്ഞാനോദയം നേടിയ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അല്ല, അദ്ദേഹം ഒരു പൂർണ്ണജ്ഞാനിയായി, ഒരു അവതാരമായി തന്നെയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗുരു റിൻപോച്ചെ എന്ന്, അതായത് അമൂല്യനായ ഗുരു എന്ന ആളുകൾ ഇത്രയധികം ഭക്തിയോടെ വിളിക്കുന്നത്. ഇവരുടെ സംഭാവനകളെ നമുക്ക് ഇങ്ങനെയൊന്ന് വേർതിരിച്ചു നോക്കിയാലോ? ഗൗതമബുദ്ധൻ ധർമ്മത്തിന്റെ അടിസ്ഥാന പാഠങ്ങളായ സൂത്രങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. എന്നാൽ പത്മസംഭവൻ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അതിനേക്കാൾ ഗൂഢവും ആഴമേറിയതുമായ താന്ത്രിക പഠനങ്ങളാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വജ്രയാനമെന്നറിയപ്പെടുന്ന രഹസ്യമന്ത്രങ്ങളുടെ ലോകത്തേക്കുള്ള വാതിൽ തുറന്നത് അദ്ദേഹമാണ്. ശരി, അപ്പോൾ ഇത്രയൊക്കെ മഹാനായ ഒരു ഗുരുവിന്റെ തുടക്കമെങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചുള്ള കഥകൾ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം പോലെ തന്നെ അവിശ്വസനീയമാണ്. അദ്ദേഹത്തിന്റെ ജനനം എത്രത്തോളം സവിശേഷമായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധമത വിശ്വാസപ്രകാരം നിലവിലുള്ള 4 തരം ജനനങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. അതായത് ഗർഭപാത്രത്തിൽ നിന്നും, മുട്ടയിൽ നിന്നും, ഈർപ്പത്തിൽ നിന്നും, പിന്നൊരു പ്രത്യേക കാരണവുമില്ലാതെ തൽക്ഷണമുണ്ടാകുന്ന ജനനം. പക്ഷേ പത്മസംഭവന്റെ ജനനം ഈ 4ാമത്തെ രീതിയേക്കാളൊക്കെ എത്രയോ അത്ഭുതകരമായിരുന്നു. അതൊരു സാധാരണ ജനനമേ ആയിരുന്നില്ല. ഒരു തടാകത്തിന്റെ നടുവിൽ വിരിഞ്ഞു നിന്നൊരു വലിയ താമരപ്പൂവിൽ 8 വയസ്സുള്ളൊരു കുട്ടിയുടെ രൂപത്തിൽ അദ്ദേഹം സ്വയം അവതരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട് ഈ അത്ഭുത ജനനത്തിന്റെ കഥ. പത്മസംഭവൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ താമരയിൽ നിന്ന് ജനിച്ചവൻ എന്നാണ്. കേൾക്കാൻ കൗതുകമുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. ഐതിഹ്യം പറയുന്നത് കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ എവിടെ നിലത്തുവെച്ചാലും ആ നിമിഷം അവിടെ താമരകൾ വിരിയുമായിരുന്നു എന്നാണ്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായി പത്മസംഭവൻ 8 പ്രധാന രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊന്നും വെറും വേഷമാറലായിരുന്നില്ല കേട്ടോ. മനസ്സിന്റെ ഓരോ പ്രത്യേക ഭാവങ്ങളെയും കഴിവുകളെയും വെളിപ്പെടുത്തുന്ന അവതാരങ്ങളായിരുന്നു ഓരോന്നും. ഓരോ രൂപത്തിനും ഓരോ അർത്ഥമുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഐതിഹ്യങ്ങളുടെ ലോകത്തുനിന്ന് നേരെ ചരിത്രത്തിലേക്ക് വരാം. ഈ അത്ഭുത മനുഷ്യൻ ഈ ലോകത്ത് യഥാർത്ഥത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തിയത്? നമുക്ക് നോക്കാം. ചരിത്രരേഖകൾ നോക്കിയാൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ വ്യക്തമാണ്. 8ാം നൂറ്റാണ്ടിൽ ടിബറ്റിലേക്ക് വജ്രയാന ബുദ്ധമതം എത്തിക്കുന്നത് അദ്ദേഹമാണ്. അവിടെ ബുദ്ധമതത്തിന് തടസ്സമായി നിന്ന ഒരുപാട് പ്രാദേശിക ശക്തികളെ അദ്ദേഹം കീഴടക്കി. ടിബറ്റൻ ബുദ്ധമതത്തിലെ ഏറ്റവും പുരാതനമായ നിയങ്മ എന്ന ശാഖ സ്ഥാപിച്ചതും പത്മസംഭവൻ തന്നെയാണ്. AD 767 ഈ വർഷം ടിബറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലാണ്. എന്തുകൊണ്ടാണെന്നാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ടിബറ്റിലെ ആദ്യത്തെ ബുദ്ധവിഹാരമായ സാമ്യയുടെ പണി പൂർത്തിയായത് ഈ വർഷമാണ്. ഇത് ടിബറ്റിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു. പക്ഷേ പത്മസംഭവന്റെ കഥ അവിടെയൊന്നും തീരുന്നില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയതും നിഗൂഢവുമായ പൈതൃകം എന്താണെന്നറിയാമോ? അത് ഭാവി തലമുറകൾക്കായി അദ്ദേഹം ഒളിപ്പിച്ചുവെച്ച അറിവുകളാണ്. ടെർമകൾ എന്നാണ് ഈ ഒളിപ്പിച്ചുവെച്ച നിധികൾ അറിയപ്പെടുന്നത്. ചിലപ്പോൾ ഇവ ഗുഹകളിലോ തടാകങ്ങളിലോ ഒളിപ്പിച്ചുവെച്ച ഗ്രന്ഥങ്ങളായിരിക്കാം. അല്ലെങ്കിൽ യോഗ്യരായ ഗുരുക്കന്മാരുടെ മനസ്സിൽ ഒരു വെളിപാടായി തെളിഞ്ഞുവരുന്ന അറിവുകളാകാം. എപ്പോഴാണോ ലോകം ആ ജ്ഞാനം സ്വീകരിക്കാൻ പാകമാകുന്നത്, അപ്പോൾ മാത്രമേ ഈ നിധികൾ കണ്ടെത്താൻ കഴിയൂ എന്നാണ് വിശ്വാസം. അങ്ങനെ അദ്ദേഹം ഒളിപ്പിച്ചുവെച്ച ഒരുപാട് നിധികളുണ്ട്. അതിലേറ്റവും പ്രശസ്തമായ ഒന്നാണ് ബാർഡോ തോഡോൾ എന്ന ഗ്രന്ഥം. അതെ, ഈ പേര് നിങ്ങൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും. ബാർഡോ തോഡോളിന്റെ പാശ്ചാത്യ ലോകത്ത് കൂടുതലായി അറിയപ്പെടുന്ന പേരാണ് ടിബറ്റാൻ ബുക്ക് ഓഫ് ദ ഡെഡ്. മരണത്തിനും അടുത്ത ജന്മത്തിനും ഇടയിലുള്ള ബോധത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് വളരെ ആഴത്തിൽ പ്രതിപാദിക്കുന്നൊരു ഗ്രന്ഥമാണിത്. നമ്മുടെ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ആ പ്രധാന രഹസ്യത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. എവിടെയാണോ ചരിത്രവും കാലാതീതമായ വിശ്വാസവും ഒന്നിക്കുന്നത് അവിടേക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ എത്തുന്നു. ആരായിരുന്നു പത്മസംഭവൻ?
ടിബറ്റിൽ ബുദ്ധമതം സ്ഥാപിച്ച ഒരു ചരിത്രപുരുഷൻ മാത്രമായിരുന്നോ അതോ അതിനും അപ്പുറത്തുള്ള ഒരു ഇതിഹാസമാണോ? സത്യം പറഞ്ഞാൽ പത്മസംഭവനെ ചരിത്രത്തിന്റെ ഒരു ചട്ടക്കൂടിൽ മാത്രം ഒതുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം പാരമ്പര്യ വിശ്വാസമനുസരിച്ച് അദ്ദേഹം സാധാരണ മനുഷ്യരെ പോലെ മരിച്ചില്ല. പകരം തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഒരു പ്രകാശശരീരം സ്വീകരിച്ച് ഈ ലോകം വിട്ടുപോയി. ഇന്നും അദ്ദേഹം ഒരു ബുദ്ധക്ഷേത്രത്തിൽ വസിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഒരു ഉദ്ധരണി ഒരുപക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകുന്നുണ്ട്. അദ്ദേഹം വെറുമൊരു മനുഷ്യനോ ഒരു കെട്ടുകഥയോ ആയിരുന്നില്ല, മറിച്ച് ആത്മീയ പാതയിൽ നിന്ന് മാറി നടക്കുന്നവരെപ്പോലും നേർവഴിക്ക് നയിക്കാൻ വേണ്ടി അവതരിച്ച ജ്ഞാനോദയത്തിന്റെ തന്നെ ഒരു മൂർത്തീഭാവമായിരുന്നു പത്മസംഭവൻ. അവസാനമായി ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു. കാലത്തിനും ചരിത്രത്തിനും അപ്പുറം നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നൂറ്റാണ്ടുകളോളം ചരിത്രത്തെ സ്വാധീനിക്കാനും രൂപപ്പെടുത്താനും കഴിയുന്നത്? ഒരുപക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിലാണ് പത്മസംഭവൻ എന്ന മഹാഗുരുവിന്റെ യഥാർത്ഥ പൈതൃകം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുക.